ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. പാണ്ടൻ ലീഫ് അല്ലെങ്കിൽ രംഭയില അല്ലെങ്കിൽ ബിരിയാണി കൈത എന്നൊരു ചെടിയുടെ ഗുണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും പിന്നെ അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറിംഗ് ഒക്കെ ചേർത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതിൻ്റെ മെഡിസിനൽ യൂസസ്, ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉപയോഗിക്കാൻ രണ്ട് രീതി ഞാൻ പറഞ്ഞു. ഒന്നുകിൽ പാണ്ടൻ ലീഫ് ടീ ഉണ്ടാക്കി കുടിക്കുക, ഇനി ബോഡിക്ക് പുറത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ ലിനിമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട് ഈ പാണ്ടൻ ലീഫ് ടീ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമോ, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഈ ടീ ഒന്ന് ഉണ്ടാക്കി കാണിക്കേണ്ടത് പാണ്ടൻ ലീഫ് ടീ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ലിനിമെൻറ്റും ഉണ്ടാക്കി കാണിക്കാം. എന്തായാലും വളരെ യൂസ്ഫുൾ വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ശരിക്കും പാണ്ടൻ ലീഫ് ടീ എന്ന് പറഞ്ഞാൽ ശരിക്കും റിഫ്രഷിംഗ് ആണ്, പിന്നെ അതുപോലെ സ്ട്രെസ് റിലീവിംഗ് ആണ്. അതുകൂടാണ്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ് ഈ പാണ്ടൻ ലീഫ് ടീ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പാണ്ടൻ ചെടിയെക്കുറിച്ചുള്ള പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തൊട്ട് മുമ്പിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, എൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. എല്ലാവരും കാണുക. അപ്പോൾ എൻ്റെ പാണ്ടൻ ചെടി കിച്ചൺ ഗാർഡനിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് 3-4 നല്ല ലീഫ് എടുത്തതിന് ശേഷം വന്ന് പാണ്ടൻ ടീ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, വാ. നമുക്ക് അത്യാവശ്യം ആരോഗ്യമുള്ള ലീഫ് നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 6 ലീഫ് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ടീ ഉണ്ടാക്കാം. അതിനുപരി എൻ്റെ ചീരച്ചേമ്പ് വളരെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇതുകൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കി നേരത്തെ എൻ്റെ പ്രൊപ്പഗേഷനും കെയറൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, എൻ സ്ക്രീനിൽ കൊടുക്കാം. പറ്റിയ എല്ലാവരും കയറി കാണുക. പിന്നെ എൻ്റെ ബാക്കി ഇതേ മുളകും പുതിനയും ഒക്കെ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ പാണ്ടൻ ലീഫ് ടീ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ടീ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കിടക്കത്തക്ക രീതിയിൽ ലീഫിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് നിൽക്കും. ഇതിനപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ, കാരണം ചെളിയിലൊക്കെ നിൽക്കുന്നതാണ്. ശരിക്കും വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതെ ലീഫ് മൊത്തം കട്ട് ചെയ്ത് ഞാൻ വളരെ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും പാണ്ടൻ ലീഫ് ടീ പല രീതിയിലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിൽ ഏറ്റവും എളുപ്പമായ രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്കി മാർഗ്ഗങ്ങളിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കുക. അത് ഞാൻ ഈ ലീഫിനെ ഒരു പാത്രത്തിലേക്ക് ഇടാൻ പോകാം കേട്ടോ. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇതാദ്യം ഒരു 15 മിനിറ്റ് ലീഫ് നന്നായിട്ടൊന്ന് വെന്ത് ഇതിൽ തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്ന്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സമയത്ത് ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയൊരു കളർ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഇങ്ങനെ തന്നെ ഇരുന്ന് തിളക്കട്ടെ. കുറച്ചും കൂടെ കളർ ഇതിലേക്ക് ഇളകി വരും. പ്ലസ് നല്ലൊരു സ്മെല്ലും വരും. സ്മെല്ല് ഇപ്പോഴേ വരുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മുടെ പാണ്ടൻ ലീഫ് ഒരു 15 മിനിറ്റ് കൂടെ വീണ്ടും തിളച്ചിട്ടുണ്ട്. മൊത്തം ഒരു 30 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട് ഇതിനെ. കണ്ടോ, വെള്ളമെല്ലാം വറ്റിയൊരു പകുതിയോളം ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളറും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അടി കൊടുക്കുക കേട്ടോ. നിങ്ങൾ പഞ്ചസാര ഇല്ലാതെ കുടിക്കാൻ തയ്യാറാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക. എന്തായാലും ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കുക. കുറച്ച് സമയം തണുത്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേ. ഓക്കെ, നമ്മൾ ടീ നന്നായിട്ട് തണുത്തിരിപ്പുണ്ടേ. നോക്കാം നമുക്ക്. കണ്ടോ, പിന്നെ ഈ ലീഫിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാവേ. നമ്മൾ 1 ലിറ്റർ വെള്ളം വെച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതിനെ ഒരു ജാറിലേക്കൊന്ന് അരിച്ചൊഴിക്കണേ. ചെറിയ തരികൾ ഉണ്ടാവും ഇതിനകത്ത്.
ഇനി ഇത് ഏതൊക്കെ രീതിയിൽ കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. അപ്പോൾ നമ്മുടെ പാണ്ടൻ ലീഫ് ടീ ഇതേ റെഡിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഇത് കുടിക്കാമെന്ന്. നമുക്ക് വേണമെങ്കിൽ ഇത് പഞ്ചസാരയൊന്നും ഇടാതെ ചൂടോടെ അങ്ങനെ തന്നെ കുടിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഇഞ്ചി ചതച്ച് ചേർത്തിട്ട് അങ്ങനെ കുടിക്കാം. ഇനി ലൈം ജ്യൂസ് അല്ല ലെമൺ ജ്യൂസ് ഇഷ്ടമുള്ളവർക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെ കുടിക്കാം. ഞാൻ എന്തായാലും പഞ്ചസാര മാത്രം ഇട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി വേറൊന്ന് ചൂടോടെ കുടിക്കുകയോ ഇതൊന്നും കൂടി നമ്മൾ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ ഇത് ഐസ് ടീ ആക്കിയിട്ട് 2 കഷ്ണം ഐസൊക്കെ ഇട്ട് കുടിക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കും. ഇതൊരു ഈവനിങ് ടീ ആയിട്ട് കുടിക്കാനുള്ള ബെസ്റ്റ് സാധനം കൂടിയാണ്. അപ്പോൾ ഞാനെന്തായാലും ഇത് ചെയ്യാൻ പോകുന്നത് 2 പീസ് ഐസ് ഇട്ടിട്ട് ട്രൈ ചെയ്യാൻ പോകും കേട്ടോ. ഞാൻ ഐസ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാണ്ടൻ ലീഫ് ടീ ഇത് റെഡിയാണ്. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നൊരു സാധനം കൂടിയാണ് പാണ്ടൻ ലീഫ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.